തൃശ്ശൂർ പോട്ടൂരിലുള്ള ഒരു വീട്ടിലെ പുൽക്കൂട് നമുക്കൊന്ന് കണ്ടാലോ. പുൽക്കൂട് എന്ന് പറയുമ്പോൾ ഒരു വീടിന്റെ മുറ്റം നിറയെ ഉള്ള പുൽക്കൂടാണ് കേട്ടോ. അതിൽ പുഴയും പാലവും ഓടിക്കളിക്കുന്ന മീനുകളും ഒക്കെ ഉണ്ട്. എന്തായാലും ഈ പുൽക്കൂടിന്റെ കാര്യങ്ങളൊക്കെ പറയാൻ ബീച്ചേട്ടനൊക്കെ ഉണ്ട്. ചേട്ടാ, എത്ര ദിവസമായി നമ്മളിത് ഈ പുൽക്കൂട് നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങി? ഇതിപ്പോൾ ഏകദേശം ഒരു 10-12 ദിവസം പിന്നെ മുകളിലായിട്ടുണ്ട്. എല്ലാ വർഷവും ഇങ്ങനെ ഇത്രയും വലിയ പുൽക്കൂടുണ്ടാക്കി വീടിന്റെ മുറ്റം മുഴുവനായിട്ട് പുൽക്കൂട് അല്ലേ? ഒരു വിധം ഒരു 10 വർഷം 12 വർഷമായിട്ട് ഏകദേശം ഈ ലെവലിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ട്. പിള്ളേരും എല്ലാവരും കൂടി ചെയ്യുന്നത്. ഇതിപ്പം എങ്ങനെയാ ഇതിന്റെ ഇവിടെ ഒരു കുളമുണ്ട്, അതുപോലെ തന്നെ വഴികളൊക്കെ ഉണ്ട്, മീനുണ്ട്. ഇതൊക്കെ ഇതിനു വേണ്ടി മാത്രം സെറ്റ് ചെയ്യുന്നത്? ഇതിനു വേണ്ടി മാത്രം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പം എല്ലാം കൂടി ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ അതിനുള്ളൊരു ഇത് കിട്ടുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് കുളം കാര്യങ്ങൾ മീൻ എല്ലാം നമ്മൾ ഒറിജിനൽ മാതിരി തോന്നേണ്ട വിധത്തിലാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആരുടെ മനസ്സിൽ നിന്ന് വന്ന ആരാശയാണിത്? എന്താണ് ഇങ്ങനെ തുടങ്ങാനായിട്ടുള്ള കാരണം? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെറുപ്പം തൊട്ടിട്ട് ഉണ്ടാക്കാറുണ്ട്. പുൽക്കൂട് മെയിനായിട്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ആ ലെവലിൽ ഇപ്പോൾ പിള്ളേരും അതിനനുസരിച്ച് ഒപ്പം നിൽക്കുന്നുണ്ട്. എല്ലാവരും ഒരുമിച്ചാണ് ഉണ്ടാക്കലൊക്കെ? കാണാനൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ വരാറുണ്ട്. ഇവിടെ ഇനിയിപ്പോ ആരും അധികം മെനക്കെട്ടിട്ട് ആരും പണിയാൻ നിൽക്കണില്ല വീടുകളിൽ. അപ്പോൾ നമ്മൾ മാത്രമാണ് ഇപ്പം ഇത്തിരി കൂടി ഒരു ഇതായിട്ട് പണിയണത്. റെഡിമെയ്ഡ് പുൽക്കൂടുകളുടെ ഒക്കെ ഒരു കാലമാണല്ലോ അല്ലേ? ആ കാലമാണ്. പക്ഷെ നമ്മൾ അങ്ങനെ റെഡിമെയ്ഡ് പുൽക്കൂട് ഇതുവരെ വെച്ചിട്ടില്ല. എങ്ങനെയുണ്ട് പുൽക്കൂട്? എങ്ങനെയുണ്ട്? വളരെ നന്നായിട്ടുണ്ട്. എന്തായാലും നല്ലൊരു എഫേർട്ട് അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. ബിജുവേട്ടനെ സംബന്ധിച്ച് എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് നന്നായിട്ട് വളരെ നന്നായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ഒരാൾ കൂടിയാണ്. എല്ലാ കാര്യത്തിലും, പൊതുവായിട്ടുള്ള കാര്യത്തിലാണെങ്കിലും നാട്ടിലുള്ള കാര്യങ്ങൾക്കാണെങ്കിലും ഒക്കെ നന്നായിട്ട് സഹകരിച്ച് നമ്മളോടൊപ്പം നിൽക്കുന്ന ഒരാളാണ്. ഇപ്പോൾ നമ്മുടെ ഈ വാർഡുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞാൽ ഇതാണിപ്പോൾ ഏറ്റവും നല്ലതായിട്ട്, നമ്മുടെ ഇവിടെ തന്നെ ഏറ്റവും നല്ലതായിട്ടുള്ള ഒരു പുൽക്കൂട് ബിജുവേട്ടൻ്റെ പുൽക്കൂട് തന്നെയാണ്. എന്തായാലും വീടുകളുടെ മുന്നിലൊന്നും ഇത്രയും വലിയൊരു പുൽക്കൂട് ഇപ്പോൾ അധികമൊന്നും കാണാറില്ല. കാരണം മിക്കവാറും ഇടങ്ങൾ വീടുകളിലൊക്കെ ഈ റെഡിമെയ്ഡ് പുൽക്കൂടുകളാണ്, അല്ലെങ്കിൽ ഒരുപാട് സംഘടനകളൊക്കെ ഒത്തുചേർന്നുകൊണ്ടൊക്കെയാണ് ഇത്രയും വലിയ പുൽക്കൂടൊക്കെ ഉണ്ടാക്കാറുള്ളത്. എന്തായാലും ബീച്ചേട്ടനും കുടുംബവും വലിയൊരു പുൽക്കൂട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ നാട്ടിലുള്ള എല്ലാവരും തന്നെ അത് കാണാനും ആസ്വദിക്കാനും ഒക്കെ ഈ ക്രിസ്മസ് ദിനത്തിലും ക്രിസ്മസ് രാവിലും ഒക്കെ ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് എല്ലാവരും പറയുന്നത്. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.